അച്ഛൻ പുറത്തു പോയിട്ട് വന്നിട്ട് പോവാം കേട്ടോ. പോവാം പോവാം പോവാം. ഹലോ, ഗുഡ് മോർണിംഗ് അജയ്. ഗുഡ് മോർണിംഗ് സാർ. തന്നെ അവർ വീട്ടിൽ പോയില്ലേ? ആ സാർ, ഞാൻ ദേ ഇറങ്ങാൻ നിൽക്കായിരുന്നു. എടോ, നിഖിലുണ്ടായിരുന്നപ്പോൾ അവരെ ആരോ പിന്തുടരുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് അവരെ ആരോ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചിരിക്കുന്നു. എന്നിട്ടും രാത്രി തന്നെ എന്ത് സംഭവിച്ചു എന്നറിയാൻ തനിക്ക് യാതൊരു ഇൻട്രസ്റ്റും തോന്നുന്നില്ലടോ. സാർ അങ്ങനെയല്ല, അവർ രാത്രി റെസ്റ്റ് എടുത്തോട്ടെന്ന് വിചാരിച്ചു. ലേഡി ഇൻവോൾവ് ആയിട്ടുള്ള കേസായതുകൊണ്ട് ആ ഗിരിജയോട് തന്നെ ജോയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ല സാർ, ഞാനും സുനിലും. ഗിരിജ അവരുടെ കോളനിയിൽ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. താൻ വേഗം പോകാൻ നോക്ക്. ഓക്കെ സാർ, ഞാൻ പോവാം സാർ, ഞാൻ പോവാം. ഒഴിച്ചോ, ലേറ്റ് ആവും. അച്ഛൻ പോട്ടെ കേട്ടോ. സുധി, മോള് ലഞ്ച് കഴിച്ചില്ലെങ്കിൽ കഴിപ്പിക്കണം. ആ ഏട്ടാ, നോക്കിക്കോളാം. നോക്കിക്കൊണ്ടിരുന്നാൽ പോരാ, കഴിപ്പിക്കണം. ശരി ഏട്ടാ. മോളെ അച്ഛന് ബൈ പറ. ബൈ. അച്ഛൻ പോയിട്ട് വരാവേ. ബൈ. ടാറ്റാ. ടാറ്റാ. ബൈ. ടാറ്റാ. കുറേ നേരമായി വന്നിട്ട്? കുറച്ച് നേരമായി സാർ. കേസിനെ കുറിച്ച് ധാരണയൊക്കെ ഉണ്ടല്ലോ അല്ലേ? വാ. ഇതേതാ വഴി? മാഡത്തിന്റെ സൈറ്റിലേക്കുള്ള ഒരു ഷോർട്ട് കട്ടാ. ഒന്ന് വണ്ടി നിർത്തി. എന്തിനാ മാഡം? ഇവിടെ നിർത്തൂ. സർ, ഞാൻ മെയിൻ റോഡ് വരെ നടന്നു. അത് കഴിഞ്ഞ് ഓട്ടോ കിട്ടി. അന്ന് കണ്ട രണ്ടുപേരും പിന്നെ ഇയാളും, ഇവരെല്ലാവരും ഒരാളാണെന്ന് എനിക്ക് സംശയമുണ്ടോ? അന്ന് കണ്ട രണ്ടുപേർക്കും മാസ്ക് ഉണ്ടായിരുന്നു. ഇയാൾ മാസ്ക് ഇട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എനിക്കെന്തോ ഒരേപോലെയാ തോന്നുന്നത്. എനിക്കറിയില്ല സർ, ഐ എം വെരി കൺഫ്യൂസ്ഡ്. ആരാണ് എൻ്റെ ശത്രു എന്ന് പോലും അറിയില്ല. ഒരാളാണോ രണ്ടാളാണോ? മാഡം അതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട, റിലാക്സ് ചെയ്യൂ. ഞാൻ CS ആറിനോട് ചോദിച്ചിട്ട് നിങ്ങൾ യൂഷ്വലി പോകുന്ന എല്ലാ സ്ഥലത്തും ഒരു 24 hours സർവൈലൻസ് വയ്ക്കാൻ പറയാം. അത് മതി സാർ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചോളൂ. ഓക്കെ സാർ. ഗിരിജയുടെ നമ്പർ ഒന്ന് ഷെയർ ചെയ്തേക്ക്. എന്നെ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ഗിരിജനെ വിളിച്ചാൽ മതി. ഞാൻ ആ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാം. ഓക്കെ. ഓക്കെ. നിങ്ങൾക്ക് ടാക്സി പിടിച്ചു തന്നത് ഓഫീസ് ബോയ് ആണല്ലേ? അതെ. അയാളുടെ പേരെന്താ? നളിൻ. ഓക്കെ. ആ, ജംഗ്ഷനിൽ 2 കിലോമീറ്റർ മാറി വിളയോടി പോകുന്ന വഴി, അവിടെയാണ് വീട്. എത്ര വർഷം ഇവിടെ ജോലി കയറിയിട്ട്? 3 വർഷമാണോ? അവിടെ പാലം കഴിഞ്ഞിട്ടാണോ? ആ, പാലം കഴിഞ്ഞിട്ട് 2ാമത്തെ സ്റ്റോപ്പിലാണ് സാറ് വീട്. അവിടെ ഒരു ആശാരിയില്ലേ? ആ, ബാലൻ. അയാൾക്കല്ലേ ഈ അടുത്ത് 16 ലക്ഷം ലോട്ടറി അടിച്ചത്? ആ അതെ സാർ. ഞാൻ എൻഫീൽഡിന്റെ ഷോറൂമിൽ ചെന്നപ്പോൾ ഇയാൾ 16 ലക്ഷമായിട്ട് ബുള്ളറ്റ് വാങ്ങാൻ വന്നേക്കുക. അതിന് നിനക്കവിടെ ബുള്ളറ്റും എൻഫീൽഡും? സാറേ, ഷോറൂമിൽ ചെന്നു എന്നാ പറഞ്ഞത്. സാറിന് വല്ലതും ചോദിക്കാനുണ്ടെങ്കിൽ അങ്ങോട്ട് ചോദിക്കും. നാളിനൊന്ന് നിഷ മാഡത്തിനെ കയറ്റി വിട്ട വണ്ടി പരിചയമുള്ളതാണ്? അല്ല സാർ, ഞാൻ അതുപോയി വന്ന വണ്ടി പിടിച്ചെന്ന് മാത്രമേ ഉള്ളൂ. വണ്ടി റോഡ് സൈഡ് പാർക്ക് ചെയ്തിരുന്നല്ലേ പറഞ്ഞത്? ആ അതെ. ഇപ്പോ അതുവഴി വന്ന വണ്ടി എന്ന് പറഞ്ഞല്ലോ. ആ, അത് ഞാൻ ഉദ്ദേശിച്ചത് പോയ വഴിക്ക് കിട്ടിയൊരു വണ്ടിന്നാ. നിങ്ങൾ സ്ഥലം നോക്കിയോ? നോക്കി സാർ. അവിടെ റോഡിൽ നിന്ന് നല്ല വീതിയാണ്. അടുത്തുള്ള കടകളുടെ CCTV എല്ലാം ഫ്രണ്ടിൽ പാർക്കിംഗ് ഏരിയ വരെ കവർ ചെയ്യുന്നുള്ളൂ. പിന്നെ ക്യാമറ ഉള്ളത് ബാങ്കിന്റെ ATM-ലാണ്. അതിൽ നോക്കിക്കഴിഞ്ഞാൽ ജംഗ്ഷനിൽ നിന്നുള്ള 4 വഴിക്കുള്ള വണ്ടി ഉണ്ടാവും. തനിക്ക് ആ വണ്ടിയുടെ നമ്പർ എന്തെങ്കിലും ഓർമ്മയുണ്ടോ? ഇല്ല സാർ, ആ നമ്പർ ഓർമ്മയില്ല. പക്ഷെ വണ്ടിയും ഡ്രൈവറും കണ്ടാൽ തിരിച്ചറിയാൻ പറ്റും. ശരി, ആവശ്യമുണ്ടെങ്കിൽ വിളിപ്പിക്കാം. ആ ഓക്കെ സാർ. തനിയാളുടെ അഡ്രസ്സും ഫോൺ നമ്പറും ഒന്ന് എഴുതി മേടിച്ചിട്ട് വിട്ടേക്ക്. ശരി സാർ. വാ. വാ.
24 hours സർവൈലൻസ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നടക്കുന്ന കാര്യമാണ്. സാർ, ഞാൻ ആളുകളെ വെച്ചുള്ള മോണിറ്ററിംഗ് അല്ല ഉദ്ദേശിച്ചത്. CCTV ക്യാമറ വെച്ച് നമുക്ക് മോണിറ്റർ ചെയ്യാം. ഇറ്റ്സ് നോട്ട് പ്രാക്ടിക്കൽ അജിത്ത്. പിന്നെ ഈ ഒരു കേസിന് വേണ്ടി CCTV വയ്ക്കുക എന്നൊക്കെ പറഞ്ഞാൽ എക്സ്പെൻസീവ് ആണ്. സാർ, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, രാജ, CCTV ഡീലറാണ്. ഓക്കെ. അവനോട് പറഞ്ഞു കഴിഞ്ഞാൽ 2 രാജ്യത്തേക്ക് ഹെൽപ്പ് ചെയ്യും. പിന്നെ കോളനി പരിസരത്തും ഓഫീസിൻ്റെ അവിടെ മോണിറ്റർ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നമുക്ക് ഹെൽപ്ഫുൾ ആവും. ആ, കാശ് പോകില്ല എന്ന് വെച്ചാൽ എന്താ വെച്ചാൽ ചെയ്തോ. ഞാൻ മാനേജ് ചെയ്യാം സാർ. എനിക്ക് ബ്രെഡ് ഇഷ്ടാണല്ലേ? സാറേ സെറ്റാ. ശരി. ഈവനിങ് ഞാൻ വന്നോളാം. വിനുവിന് കോൾസ് ഒക്കെ ഉള്ളതല്ലേ? ആ, അത് കുഴപ്പമില്ല, ഞാൻ മാനേജ് ചെയ്തോളാം. കുറച്ച് ദിവസത്തേക്ക് ഞാൻ വന്നോളാം. ശരി, ബൈ. ബൈ. സാറേ കഴിഞ്ഞു. ആ സാറേ. ഹലോ ആര്യ. അമ്മ, അച്ഛാ പോസ്റ്റ്. ഇതാരടാ? ഏയ്, അതിലെനിക്ക് കാര്യമുണ്ടാ. എന്റെ കളി കഴിഞ്ഞിട്ട് കാര്യം തെക്കിട്ടില്ലേ? എടാ പുഷ്പരാജ്, വല്ല കഴിക്കണ്ടേ? കളിക്കുക. ആരുടെ കത്താ? ആ, നോക്കട്ടെ. ഏയ്, എന്റെ അച്ഛൻ്റെ അഡ്രസ്സിൽ വന്ന കത്താണല്ലോ. റീഡയറക്റ്റാ. ഇത് ഹലോ, ഈ പോസ്റ്റ് ബോക്സിനെ കവർ ചെയ്യുന്ന CCTV വല്ലതുണ്ടോ? നമ്മുടെ ഇവിടെ CCTV ഒന്നും ഇല്ല. എവിടെ ഇല്ല? ഇല്ല.